അറിഞ്ഞായിരുന്നോ, എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഫാന്റസി വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഫുള്ളായിട്ട് നമ്മുടെ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്താട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഏപ്രിൽ 3 മുതൽ മെയ് 4 വരെ ആട്ടോ ഇത് ഇവിടെ ഉണ്ടാവുക. ഒരാൾക്ക് എൻട്രി ഫീസ് 100 രൂപയാണ് വരുന്നത്. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ 100 രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ ആവൂല. ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിൽ കിടക്കുന്ന കുറേ ബേർഡ്സും മുയലും ഇഗ്വാനെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാനും നല്ലോണം എൻജോയ് ചെയ്ത് പയ്യാണ് ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ കണ്ടു പോയത്. ഇത് വേഴാമ്പൽ ആണെന്നാണ് എൻ്റെ കൂടെ വന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കറിയാൻ പാടില്ല ആണോ ഇല്ലയെന്ന്. പിന്നെ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതുപോലെ ഫുള്ള് കവർ ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ബേർഡ്സിന് ഇങ്ങനെ തുറന്നു വിട്ടേക്കും കേട്ടോ. അപ്പോൾ ഇതുങ്ങൾക്കൊന്നും ഒരു പേടിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ അടുത്തൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും. ഒട്ടും പേടിയില്ല. നമ്മൾ അടുത്ത് വന്നാലൊന്നും പറഞ്ഞൊന്നും പോലും താഴത്തു കൂടി ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണാം. നമ്മൾ സൂക്ഷിച്ച് നടക്കണം, ഇങ്ങനെ ചവിട്ടോ എന്നൊക്കെ തോന്നിപ്പോയി. ഗുവാനയും പാമ്പൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കൈ പിടിച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണം, പക്ഷെ എനിക്കെന്തോ പാമ്പിനെ ഒന്നും എടുക്കാനുള്ള ഒരു ധൈര്യം വന്നില്ല ഇതുവരെ. പിന്നെ അങ്ങോട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്റർടൈൻമെന്റ്സ് ആണ്. ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് പിള്ളേർക്ക് കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അതേവരായിട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ സൈസിൽ എനിക്ക് കയറാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മൊത്തത്തിൽ കൊള്ളാട്ടോ, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ലൊരു ഈവനിങ് ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളായിട്ട് വരുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. വീക്കെൻഡ്സ് അല്ലെങ്കിൽ അധികം തിരക്കില്ലാണ്ട് നല്ലോണം കളിക്കാനൊക്കെ പറ്റും പിള്ളേർക്ക്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള പോലെ ഇങ്ങനെ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറും കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും ബാഗും അങ്ങനെയുള്ള കാര്യങ്ങൾ ആസ് യൂഷ്വൽ നമ്മൾ കാണാറില്ല, അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ചെറിയ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.